ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു എംപോറിയോ. കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് പർച്ചേസ് റിട്ടേണുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജേർണൽ എൻട്രീസ് ആയിരുന്നു. സോ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജേർണൽ എൻട്രീസ് റിലേറ്റഡ് ടു സെയിൽസ് റിട്ടേൺ. അപ്പൊ കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ നമ്മൾ അതിന്റെ ഒരു കൺസെപ്റ്റ് അതുമായി ബന്ധപ്പെട്ട ഒരു 3 ട്രാൻസാക്ഷൻസ് നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മുടെ ക്ലാസ് എന്ത് ചെയ്യുന്നു, വൈൻഡ് അപ്പ് ചെയ്യുന്നു. ദാറ്റ്സ് ഓൾ. സോ വൺസ് അഗൈൻ മൈസെൽഫ് അരുൺ കുമാർ. ഓക്കെ, സോ നമുക്ക് നോക്കാം എന്താണ് ഇതിന്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, നമുക്ക് അറിയാവുന്ന കാര്യമായിരുന്നു, നമ്മൾ ഗുഡ്സുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിരുന്നു. അതായത് സെയിൽ ഗുഡ്സിന്റെ, അതായത് ജേർണൽ എൻട്രീസ് റിലേറ്റഡ് ടു സെയിൽ ഓഫ് ഗുഡ്സുമായി ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, കാണുക, അതിന്റെ കൺസെപ്റ്റ് മനസ്സിലാക്കുക. അതേപോലെ തന്നെ ജേർണൽ എൻട്രീസ് എഴുതുന്ന സമയത്ത് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് റൂൾ ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്. അപ്പൊ അതിന്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ പ്രോപ്പർ ആയിട്ട് കണ്ടതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോയിലേക്ക് വരാം. അപ്പൊ ഓക്കെ, നമുക്ക് പറയാം LIC മീൻസ് ലയബിലിറ്റി ഇൻകം ആൻഡ് ക്യാപിറ്റൽ. ലയബിലിറ്റി ഇൻകം ക്യാപിറ്റൽ. അപ്പം ഇത് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ക്രെഡിറ്റ് ചെയ്യുകയും ഡിക്രീസ് ആവുകയാണെങ്കിൽ എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യുകയും ചെയ്യണം. അതുപോലെ തന്നെ അസറ്റ് ആൻഡ് എക്സ്പെൻസസ് ഇൻക്രീസ് ആവുകയാണെങ്കിൽ ഡെബിറ്റ് ചെയ്യുകയും ഡിക്രീസ് ആവുകയാണെങ്കിൽ ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യണം എന്നായിരുന്നു നമ്മുടെ തിയറി അല്ലെങ്കിൽ നമ്മുടെ റൂൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഗുഡ്സ് സെയിൽ ചെയ്യുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഗുഡ്സിന്റെ അളവ് എന്താവുകയാണ് ചെയ്യുക, ഗുഡ്സിന്റെ ക്വാണ്ടിറ്റി എന്താവുകയാണ് ചെയ്യുക, കുറയാണ് ചെയ്യുക. ഗുഡ്സ് നമുക്ക് എന്താണ്, അതൊരു അസറ്റ് ആണ്. അപ്പൊ അസറ്റ് നമ്മളുടെ എന്താകുന്നു, ഡിക്രീസ് ആകുന്നു. അങ്ങനെ അസറ്റ് ഡിക്രീസ് ആകുന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് എന്ത് ചെയ്യും, ക്രെഡിറ്റ് ചെയ്യും. അതായത് നമ്മൾ എപ്പോഴും സെയിൽസ് അക്കൗണ്ട് നെറ്റ് ടു സെയിൽസ് എന്നാണ് നമ്മൾ എന്ത് ചെയ്തിരുന്നത്, രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നതാണ് നമ്മളുടെ തിയറി. സെയിൽ ഓഫ് ഗുഡ്സുമായി ബന്ധപ്പെട്ട് ഉള്ള ട്രാൻസാക്ഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യം ഇതായിരുന്നു. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ഇനി നമ്മൾ സെയിൽസ് റിട്ടേണിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കുക, ഞാനൊരു സെല്ലറാണ്. ഞാൻ സെല്ലറാണ്. അപ്പൊ ഞാൻ സാധനം വിറ്റ് കഴിഞ്ഞാൽ നോർമലി എന്റെ കയ്യിലുള്ള ക്വാണ്ടിറ്റി എന്താകും, കുറയുകയാണ് ചെയ്യുക, അല്ലെ? എന്റെ കയ്യിലുള്ള ക്വാണ്ടിറ്റി എന്ത് ചെയ്തു, കുറഞ്ഞു. ബട്ട് ഞാൻ വിറ്റ സാധനം റിട്ടേൺ വന്നു കഴിഞ്ഞാൽ, ഞാൻ വിറ്റിരിക്കുന്ന ഗുഡ്സ് റിട്ടേൺ വന്നു കഴിഞ്ഞാൽ അതിനർത്ഥം ആ ഗുഡ്സ് എന്താവാണ്, ഇൻക്രീസ് ആവുകയാണ്. അങ്ങനെ ഗുഡ്സ് ഇൻക്രീസ് ആവുക എന്ന് പറഞ്ഞാൽ എന്താണ്, എന്റെ അസറ്റ് എന്താവാണ്, ഇൻക്രീസ് ആവുകയാണ്. അപ്പൊ എന്റെ അസറ്റ് ഇൻക്രീസ് ആയി ഞാൻ അതിന് എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഇവിടെ സെയിൽസ് റിട്ടേൺ ഏത് അക്കൗണ്ട് ആണ്, സെയിൽസ് റിട്ടേൺ. ഓക്കെ, സെയിൽസ് റിട്ടേൺ അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. ഏത് അക്കൗണ്ടാണ് നമ്മൾ ഡെബിറ്റ് ചെയ്യേണ്ടത്, സെയിൽസ് റിട്ടേൺ അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. ഡെബിറ്റ് ചെയ്യണം. ക്ലിയർ ആണല്ലോ? അപ്പം ഏത് ട്രാൻസാക്ഷൻ വന്നു കഴിഞ്ഞാൽ, സെയിൽസ് റിട്ടേണുമായി ബന്ധപ്പെട്ട് ഏത് ട്രാൻസാക്ഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ കൺസെപ്റ്റ് ക്ലിയർ ആക്കുക. എന്താണ്, ഏത് അക്കൗണ്ടാണ് നമ്മൾ ഡെബിറ്റ് ചെയ്യേണ്ടത്, സെയിൽസ് റിട്ടേൺ അക്കൗണ്ടിന് ഡെബിറ്റ് ചെയ്യേണ്ടത്. അതിന്റെ റീസൺ എന്താണ്, നമ്മൾ വിറ്റിരിക്കുന്ന ഗുഡ്സ് എന്ത് ചെയ്യണം, തിരിച്ച് നമ്മളുടെ അടുത്തേക്ക് വരികയാണ്. അപ്പൊ നമ്മുടെ കൈവശമുള്ള ഗുഡ്സിന്റെ ക്വാണ്ടിറ്റി എന്താവും, ഇൻക്രീസ് ആണ്. നമ്മുടെ അസറ്റ് എന്താവാണ്, ഇൻക്രീസ് ആവാണ്. അപ്പൊ അങ്ങനെ അസറ്റ് ഇൻക്രീസ് ആകുന്നുണ്ടെങ്കിൽ, അസറ്റ് ഇൻക്രീസ് ആയി എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. ക്ലിയർ ആണല്ലോ? നോക്കാം ആദ്യത്തെ ഇലുസ്ട്രേഷൻ. ഗുഡ്സ് റിട്ടേൺഡ് ബൈ എ കസ്റ്റമർ ടു ഹൂം വി സോൾഡ് ഫോർ ക്യാഷ് വാസ് 10,000. ആദ്യം നമ്മൾ ഒരു കസ്റ്റമർക്ക് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, സാധനം വിറ്റിട്ടുണ്ട്. അത് എങ്ങനെയാ വിറ്റത്, ഫോർ ക്യാഷ് ആണ്. അപ്പൊ നമ്മൾ ആലോചിക്കുക, നമ്മൾ വിൽക്കുന്ന സമയം നമ്മളുടെ എൻട്രി എന്തായിരിക്കും, നമുക്ക് ക്യാഷ് കിട്ടി, അതായത് ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു സെയിൽസ് എന്നായിരുന്നു നമ്മൾ രേഖപ്പെടുത്തിയിരുന്നത്. എത്ര രൂപയുടേത്, 10,000. This was the entry we made during we made sales. Okay, ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്, നമുക്ക് ആ കസ്റ്റമർ എന്ത് ചെയ്തു, ആ സെയിം ഗുഡ്സ് റിട്ടേൺ അയച്ചു. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാം, ഒന്നെങ്കിൽ ബില്ലിൽ വന്ന വിഷയങ്ങളോ, അല്ലെങ്കിൽ നമ്മൾ സപ്ലൈ ചെയ്തിരിക്കുന്ന ഗുഡ്സിന്റെ മുകളിൽ എന്തെങ്കിലും ക്വാളിറ്റിയിലുള്ള മിസ്റ്റേക്കുകളോ, അല്ലെങ്കിൽ ഓവർ ക്വാണ്ടിറ്റി നമ്മൾ സപ്ലൈ ചെയ്ത രീതിയിലോ, അങ്ങനെ എന്ത് പ്രശ്നങ്ങൾ വേണമെങ്കിലും അറേഞ്ച് ചെയ്യാം. അപ്പൊ അങ്ങനെ ആ കസ്റ്റമർ നമുക്ക് എന്ത് ചെയ്തു, ഗുഡ്സ് റിട്ടേൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ഗുഡ്സിന്റെ വാല്യൂ എന്താണോ ആ വാല്യൂ നമ്മൾ തിരിച്ചു കൊടുക്കണം, അല്ലെ? അതായത് നമ്മൾ എന്ത് ചെയ്യണം, 10,000 റുപ്പീസ് അയാൾക്ക് തിരിച്ചു കൊടുക്കണം. ക്യാഷ് ആയൊരു ട്രാൻസാക്ഷൻ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളുടെ കൈവശമുള്ള ക്യാഷ് എന്താകും, കുറയും, അല്ലെ? ക്യാഷ് നമുക്ക് എന്താണ്, അസറ്റ് ആണ്. അസറ്റ് എന്താകുന്നു, കുറയുന്നു. അസറ്റ് ഡിക്രീസ് ആയി എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. ഇനി ഗുഡ്സ് അതായത് തിരിച്ചു വന്നു, അതായത് നമ്മളുടെ ഏത് അക്കൗണ്ട് ആണത്, സെയിൽ ചെയ്തിരിക്കുന്ന സാധനമാണ്. അപ്പൊ സെയിൽസ് റിട്ടേൺ അക്കൗണ്ട്, അല്ലെ? സെയിൽസ് റിട്ടേൺ അക്കൗണ്ട് ഞാൻ പറഞ്ഞു, അസറ്റ് തന്നെ എന്താവാണ്, അവിടെ ഇൻക്രീസ് ആവാണ്. കാരണം നമ്മൾ വിറ്റിരിക്കുന്ന ഗുഡ്സ് തിരിച്ചു വരിക എന്നാണ്. നമ്മുടെ അസറ്റ് എന്തായി, ഇൻക്രീസ് ആയി. അസറ്റ് ഇൻക്രീസ് ചെയ്ത് എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ജനറൽ എന്താ വരിക, സെയിൽസ് റിട്ടേൺ അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ്. എമൗണ്ട് എത്രയാണ്, 10,000. എന്തായിരിക്കും എൻട്രി വരിക, ഗുഡ്സ് returned by a
customer. Goods returned by a customer. Is it clear? Okay. Now list number 2. Goods returned by Ram. Goods returned by Ram. നമ്മൾ റാമിന് സാധനം വിറ്റിരുന്നു. വിറ്റ സാധനം രാം എന്ത് ചെയ്തു? തിരിച്ചു തന്നു. അപ്പൊ എങ്ങനെയായിരിക്കും എൻട്രി വരിക? റാം, ഒരു അക്കൗണ്ട് റാം ആണ്. അത് എന്തുകൊണ്ട് വന്നു? നമ്മൾ വിറ്റ് കഴിഞ്ഞാൽ എന്തായിരിക്കും എൻട്രി വരിക? ഗുഡ്സ് റിട്ടേൺഡ് ബൈ റാം. ക്യാഷിനല്ല, കടത്തിനാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ റാം നമുക്ക് അവിടെ എന്തായിരിക്കും? ഒരു ഡെപ്റ്റർ ആയിരിക്കും അല്ലെ? റാം നമ്മൾ എന്തായിരുന്നു? ഡെപ്റ്റർ ആയിരുന്നു. അപ്പൊ റാം നമുക്ക് ക്യാഷ് തരാനുള്ളത് കൊണ്ട് തന്നെ റാം അക്കൗണ്ട് ഡെബിറ്റ് ടു സെയിൽസ് എന്നായിരുന്നു എൻട്രി നടത്തിയിരുന്നത്. ഇനി റാം നമുക്ക് പൈസ തരാൻ ഉണ്ടാകുമോ? 50,000 റാം ഇനി നമുക്ക് തരാൻ ഉണ്ടാകുമോ? ഇല്ല. കാരണം റാം എന്ത് ചെയ്തു? തരാനുള്ള ആ എമൗണ്ടിന് പകരം അതേ ഗുഡ്സ് തന്നെ റിട്ടേൺ ചെയ്തു അല്ലെ? ഗുഡ്സ് തരാൻ ക്യാഷ് തരാനായിരുന്നു. പക്ഷെ എന്ത് ചെയ്തു? റാം ആ ഗുഡ്സ് വാങ്ങി ഗുഡ്സ് എന്ത് ചെയ്തു? റിട്ടേൺ ചെയ്തു. നമുക്കത് സെയിൽസ് റിട്ടേൺ, നമ്മൾ വിറ്റ സാധനം നമുക്ക് എന്ത് തന്നു? തിരിച്ചു വന്നു അല്ലെ? അപ്പൊ റാം ഇനി ആ ക്യാഷ് തരൂ? ഇല്ല. അപ്പൊ റാം നമ്മളുടെ ആരായിരുന്നു? ശരിക്കും പറഞ്ഞാല് ഡെപ്റ്റർ ആയിരുന്നു. അപ്പൊ ഈ ഡെപ്റ്റർ എന്ന് പറയാൻ നമ്മളുടെ എന്തായിരുന്നു? അസറ്റ് ആയിരുന്നു. ഈ അസറ്റ് ഇനി ഉണ്ടോ? ആ അസറ്റ് ഇനി ഇല്ല. ആ അസറ്റ് എന്താ? ഡിക്രീസ് ആയി. അസറ്റ് ഡിക്രീസ് എന്ത് ചെയ്തു? ക്രെഡിറ്റ് ചെയ്തു. പിന്നെ രണ്ടാമത്തെ അക്കൗണ്ട് ഏത് അക്കൗണ്ട് ആണ്? സെയിൽസ് റിട്ടേൺ അക്കൗണ്ട് അല്ലെ? ഏത് അക്കൗണ്ട് ആണ്? സെയിൽസ് റിട്ടേൺ അക്കൗണ്ട്. അപ്പൊ അങ്ങനെ സെയിൽസ് റിട്ടേൺ അക്കൗണ്ട് വരുന്ന സമയത്ത് നമുക്കറിയാം ഇതെന്താണ്? അസറ്റ് ആണ്. അസറ്റ് എന്തായി? ഇൻക്രീസ് ആവണം. കാരണം ഗുഡ്സ് തിരിച്ചു വന്നു. എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും എൻട്രി വരിക? എന്തായിരിക്കും എൻട്രി വരിക? റാം അക്കൗണ്ട് ഡെബിറ്റ് ടു സെയിൽസ് റിട്ടേൺ. എമൗണ്ട് എത്രയാണ്? 50,000. 50,000. ഗുഡ്സ് റിട്ടേൺഡ് ബൈ റാം. Is it clear? Goods returned by റാം. Okay. ഇനി നമുക്ക് നോക്കാം ലാസ്റ്റ് എൻട്രി, ദാറ്റ് ഈസ് തേർഡ് വൺ. ഗുഡ്സ് റിട്ടേൺഡ് ബൈ ഡെപ്റ്റേഴ്സ്. ഡെപ്റ്റേഴ്സ് നമുക്ക് തരാനുള്ള ഡെപ്റ്റേഴ്സ്, പൈസ തരാണ്ടായിരുന്ന ഡെപ്റ്റേഴ്സ് നമുക്ക് എന്ത് ചെയ്തു? ഗുഡ്സ് റിട്ടേൺ ചെയ്തു. നമ്മുടെ കയ്യിൽ നമ്മുടെ കസ്റ്റമേഴ്സ് എന്ത് ചെയ്തു? സാധനം റിട്ടേൺ ചെയ്തു. നോർമൽ നേരത്തെ അതേ സെയിം സാധനം. അവിടെ പേര് തന്നിരുന്നു, ഇവിടെ പേര് തന്നില്ല. അപ്പൊ ഡെപ്റ്റേഴ്സ് ആണ്, അസറ്റ് ആയിരുന്നു, ഡിക്രീസ് ആയി. എന്ത് ചെയ്തു? എന്ത് ചെയ്യണം? ഇനി തരാനുണ്ടോ? അസറ്റ് കുറഞ്ഞ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ദെൻ സെയിൽസ്, സോറി, ഓക്കെ. നൗ ഏതാണ്? സെയിൽസ് റിട്ടേൺ അക്കൗണ്ട്. സെയിൽസ് റിട്ടേൺ അക്കൗണ്ട് എന്തായാലും അസറ്റ് ആയിരുന്നു, ഇൻക്രീസ് ആയി. എന്ത് ചെയ്തു? ഡെബിറ്റ് ചെയ്തു. ഇസ് ഇറ്റ് ക്ലിയർ? എന്തായിരിക്കും എൻട്രി വരിക? വാട്ട് ബി ദ എൻട്രി? എന്തായിരിക്കും എൻട്രി? സെയിൽസ് റിട്ടേൺ അക്കൗണ്ട് ഡെബിറ്റ് ടു ഡെപ്റ്റേഴ്സ് amount 5,000. ഓക്കെ. നരേഷൻ പ്രൊവൈഡ് ചെയ്യുക. എന്താണ്? ഗുഡ്സ് റിട്ടേൺഡ് ബൈ കസ്റ്റമേഴ്സ്. ഗുഡ്സ് റിട്ടേൺഡ് ബൈ കസ്റ്റമേഴ്സ്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇത്രയുമാണ് സെയിൽസ് റിട്ടേണുമായി ബന്ധപ്പെട്ട് വരാൻ സാധ്യതയുള്ള ട്രാൻസാക്ഷൻസ്. അപ്പൊ ഈ ട്രാൻസാക്ഷൻസും അതുമായി ബന്ധപ്പെട്ട കൺസെപ്റ്റും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മുടെ ചാനലിൽ ഇതും ജേർണൽ എൻട്രീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ട്രാൻസാക്ഷൻസും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ 1 by 1 ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് ഡേ നമ്മൾ ഡിസ്കൗണ്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ട്രാൻസാക്ഷൻസ് ആയി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, അതായത് ക്യാഷ് ഡിസ്കൗണ്ട്, ഡ്രേ ഡിസ്കൗണ്ടുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ ആ വീഡിയോ തീർച്ചയായിട്ടും കാണാം. ഇതിനു മുമ്പെയുള്ള റൂൾ ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റും മറ്റുള്ള വീഡിയോസ് ഒക്കെ തന്നെ എന്ത് ചെയ്യുക? പോയിട്ട് വാച്ച് ചെയ്യുക. പിന്നെ നമ്മുടെ ഷോർട്ട് ലിസ്റ്റിൽ, നമ്മുടെ ഷോർട്സിന്റെ പ്ലേലിസ്റ്റിൽ ഒട്ടനവധി ക്വിസസ് അവൈലബിൾ ആണ്. ആ ക്വിസസ് ഒക്കെ തന്നെ എന്ത് ചെയ്യുക? ഗോ ത്രൂ ചെയ്യുക. അത് വെറും അക്കൗണ്ടൻസി ബേസ്ഡ് മാത്രമല്ല, അതിൽ മാർക്കറ്റിംഗ്, മാനേജ്മെന്റ്, അങ്ങനെ കൊമേഴ്സ് റിലേറ്റഡ് എല്ലാ കേസസും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. കുറെ അധികം പരിചിതമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. അപ്പം ഈ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക. നമ്മളുടെ ക്ലാസ് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയറും ചെയ്യുക. പിന്നെ നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമന്റ്സുകൾ എന്ത് ചെയ്യുക? രേഖപ്പെടുത്തുക. എന്തെങ്കിലും ഡിഫക്ട്സുകളോ ക്വാളിറ്റിയുടെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ്സ് വരേണ്ടതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഡൗട്ടുകൾ, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? തീർച്ചയായിട്ടും നിങ്ങളുടെ കമന്റ് ബോക്സിൽ എന്ത് ചെയ്യുക? കമന്റ് ചെയ്യുക. ഓക്കെ, സോ താങ്ക്സ് ഫോർ വാച്ചിങ്. വൺസ് അഗൈൻ, മൈസെൽഫ് അരുൺ കുമാർ.